ഹലോ, മാത്തമാറ്റിക്സ് നമ്മുടെ അടുത്ത ചാപ്റ്ററിന്റെ പേരാണ് കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 2. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രോ പറയാം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ നമ്മുടെ 9ാം ക്ലാസ്സിലെ ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്യാതെ 10ാം ക്ലാസ്സിലെ ഫൗണ്ടേഷനിലേക്ക് വന്നിരിക്കുന്ന കുട്ടികളും ഉണ്ടാകാം. അപ്പോൾ അവർ പെട്ടെന്ന് ആലോചിക്കും എന്താ ഈ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 2 എന്ന് പറഞ്ഞാൽ. കാരണം വെച്ചാൽ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 1 ഉണ്ടായിരിക്കണമല്ലോ, ശരിയല്ലേ? അപ്പോൾ 9ാം ക്ലാസ്സിൽ ഒരു കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 1 എന്നും ഇപ്പോൾ 10ാം ക്ലാസ്സിലെ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 2 എന്നും നമ്മൾ പേര് വിളിക്കുകയാണ്. അങ്ങനെയാണ്. അപ്പോൾ അത് ചില 10ാം ക്ലാസ്സിലേക്ക് മാത്രം ഫൗണ്ടേഷൻ പഠിക്കാൻ വന്ന കുട്ടികൾക്ക് അയ്യോ 9ാം ക്ലാസ്സിൽ എന്തായിരിക്കും പഠിപ്പിച്ചത് എന്നൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാം. നിങ്ങളത് പേടിക്കണ്ട, ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ബ്രീഫ് ഇൻട്രഡക്ഷൻ തരാം. നിങ്ങളൊരു 7ാം ക്ലാസ് തൊട്ട് ഈ കാര്യങ്ങൾ കേൾക്കുന്നതാണ്. കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ്. അത് പുതിയതായിട്ടുള്ള സംഗതികളൊന്നുമല്ല. മാത്രമല്ല ഇത് പ്യുവർ മാത്തമാറ്റിക്സ് അല്ല. ഞാൻ തുടക്കത്തിലേ പറയുവാണ്, നിങ്ങൾ ഇതിൽ ഒരു പരിധിയിൽ കൂടുതൽ ഡെപ്തിലേക്ക് റിസർച്ച് നടത്തി പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഇത് ഉപയോഗം വരുന്നത് നിങ്ങൾ ഇതിന് ശേഷം നിങ്ങളിപ്പോൾ +1 +2 ഒക്കെ പഠിച്ചു, നിങ്ങൾ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് എടുക്കുകയോ അല്ലെങ്കിൽ ഡിഗ്രി ഗ്രാജുവേഷൻ എടുക്കുകയോ ചെയ്തു. അത് നിങ്ങൾ എടുത്ത ഫീൽഡ് എന്താണോ അതിലെ ജോലിക്കല്ലാതെ നമ്മുടെ PSC എക്സാമിനും അല്ലെങ്കിൽ നമ്മുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാമുകളൊക്കെ ഇല്ലേ, അതായത് സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള എക്സാമുകളിലെ നമ്മുടെ പ്രൊഫഷണൽ ഫീൽഡ് അല്ലാത്ത ക്ലറിക്കൽ പോസ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ പോസ്റ്റുകളിലേക്കുള്ള ആപ്ലിക്കേഷൻസ് അയക്കുമ്പോൾ ആ എക്സാമുകൾക്ക് ഈ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് ഏരിയയിൽ നിന്നുമാണ് മാത്തമാറ്റിക്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ, അതായത് നിങ്ങളുടെ +2 കഴിയണം, ഗ്രാജുവേഷൻ കഴിയണം, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയണം, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ലൈഫിൽ ഇതുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സംഗതി ചൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾക്കിത് റിയൽ നമ്മുടെ എന്താ പറയുക ഒരു പ്രൊഫഷണൽ ലൈഫിൽ നമുക്കൊരു ആവശ്യം വരുന്നത്. റിയൽ ലൈഫിൽ ഒബ്വിയസ്ലി നമുക്ക് ആവശ്യമുള്ളതാണ്. കാരണം വെച്ചാൽ അതുകൊണ്ടാണല്ലോ അതിനെ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് വിളിക്കുന്നത്. നമ്മുടെ കമേഴ്ഷ്യൽ ഫീൽഡിൽ നമുക്ക് ആവശ്യമുള്ള സംഗതിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ നമ്മുടെ ഒരു ആവശ്യകത വരുന്നത്. അതല്ലാതെ ഒരിക്കലും +1 +2 മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ +1 +2 മാത്തമാറ്റിക്സിന് വേണ്ടി ഇത് ആവശ്യം വരുന്നില്ല നമുക്ക്. ഓക്കെ, നമുക്ക് യാതൊരു രീതിയിലും JEE മെയിൻസിനോ JEE അഡ്വാൻസിനോ അല്ലെങ്കിൽ +1 കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ ബാക്കി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഫീൽഡിലേക്ക് പോകുന്നതിൻ്റെ എൻട്രൻസ് എക്സാമുകളിലെങ്ങും കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഇതിനകത്ത് വരുന്നില്ല. അന്ന് ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ ഒരു ആവശ്യത്തിന് വരുന്നതിനെ കുറിച്ചുള്ള ഒരു സംഗതി നമ്മൾ ഇപ്പോഴേ വലിയിടത്തിൽ പഠിച്ചു വെക്കേണ്ട ഒരു ആവശ്യമാണ് നമുക്കില്ല. അന്നേരം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരിക്കലും പ്യുവർ മാത്തമാറ്റിക്സ് അല്ല, ഇത് ക്ലിയർലി കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പരിധിയിൽ കൂടുതൽ ഡെപ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് ശീലിക്കണം. അതല്ലാതെ ഇതിനൊരു എന്താ പറയുക ഒരു വലിയ നമ്മുടെ +1 +2 ഇതിൻ്റെ ബാക്കി ഉണ്ടാവും അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഇതില്ലാതെ പറ്റില്ല എന്നുള്ള ചിന്തകളൊന്നും വേണ്ട. ഇതിവിടെ അവസാനിക്കുകയാണ്. ഹിയർ ഇറ്റ് എൻഡ്സ്. കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന 7ാം ക്ലാസ് തൊട്ട് നിങ്ങൾ പഠിച്ചു വന്ന ഒരു സംഗതി 10ാം ക്ലാസ് കൊണ്ട് അവസാനിക്കുകയാണ്. ഇനി ഇത് നിങ്ങൾ +1 +2 കൊമേഴ്സ് എടുത്താൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു വലിയ യൂസേജ് ഒന്നും വരുന്നില്ല. ഡിഗ്രിയിലും എങ്ങും യൂസേജ് വരുന്നില്ല. ഇനി ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമേ നമുക്കത് ഉപയോഗം വരുന്നുള്ളൂ. ഓക്കെ അല്ലേ പറഞ്ഞത്? അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ആവശ്യവും ഇതാണ് ഒരു ചാപ്റ്ററിൻ്റെ അവസ്ഥയും. ഓക്കെ, ഇതെന്താണെന്ന് ഞാൻ പറയാം. ഇതിലെന്തൊക്കെയാണുള്ളത്? കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നതിൽ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ലോകത്ത് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കും കേട്ടോ. പെർസെൻറ്റേജ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, അതായത് പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഉണ്ട്, ആവറേജ് വരാറുണ്ട്, സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. അതിൽ തന്നെ 2 കാര്യങ്ങളുണ്ട്.
ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബോട്ടും അതിൻ്റെ ഒഴുക്കില്ലേ, സ്ട്രീം എന്ന് പറയുന്നത് നമ്മുടെ ഒഴുക്കില്ലേ, ഒഴുക്ക്, വെള്ളം ഒഴുകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ബോട്ട് പോകുന്നതിൻ്റെയും നേരെ ബോട്ട് പോകുന്നതിൻ്റെ ആ ഒരു സംഗതിയൊക്കെ. അപ്പോൾ അതിനാണ് നമ്മുടെ സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈമിനകത്ത് വരുന്നതാണ്. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, ടൈം ആൻഡ് വർക്ക്. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പൈപ്സ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെ ചേർത്താൽ ഞാൻ പറയാം. യൂണിറ്ററി മെത്തേഡ്, ചെയിൻ റൂൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ടൈം ആൻഡ് വർക്കിനകത്താണ് വരുന്നത്. പിന്നെ ഒരു മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ഉണ്ട്. മിക്സ്ചർ ആൻഡ് അലിഗേഷൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ടും കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സിൽ പഠിക്കാനുള്ളത്. പെർസെൻറ്റേജ് പഠിക്കാനുണ്ട്, പ്രോഫിറ്റ്, ലോസ് ആൻഡ് ഡിസ്കൗണ്ട്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഉണ്ട്, ആവറേജ് ഉണ്ട്, സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്. ഈ സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് ട്രെയിൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ബോട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ഉണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, ടൈം ആൻഡ് വർക്ക് ഉണ്ട്. ടൈം ആൻഡ് വർക്കിൽ തന്നെ പൈപ്പ് ആൻഡ് സിസ്റ്റം, അതായത് പൈപ്പ് തുറന്ന് നമ്മുടെ ടാങ്ക് തുറക്കുകയും അടക്കി ടാങ്ക് നിറയുകയും എംറ്റി ആവുകയും ചെയ്യുന്ന സംഗതികളുണ്ട്. മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഇതിൽ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 1 നമ്മൾ കളഞ്ഞത്. പെർസെൻറ്റേജ് നിങ്ങൾ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 1 പഠിച്ചത്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 1 പഠിച്ചത്. ആവറേജ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 1 അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ബാക്കിയുള്ള സംഗതികൾ, അതായത് സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സിനകത്താണ് പഠിച്ചത്. സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു സംഗതിയും കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സിനകത്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സംഗതിയും അവിടെയാണ് പഠിച്ചിരിക്കുന്നത്. നമ്മൾ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 2 പറയുമ്പോഴത്തേനും പ്രോഫിറ്റ്, ലോസ് ആൻഡ് ഡിസ്കൗണ്ട് കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 2 പഠിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 2 പഠിക്കും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 2 പഠിക്കും. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 2 പഠിക്കും. മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 2 പഠിക്കും. ഈ കൊല്ലം നമ്മൾ ഇത് 3 ഇത്രയും ഈ 3 2 3 4 5 ടോപ്പിക്കുകളാണ് നമ്മൾ ഈ കൊല്ലം പഠിക്കുന്നത്. ബാക്കി കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സാർ ഇതൊന്നും ഞങ്ങൾ ഓർക്കുന്നില്ല, പെർസെൻറ്റേജ് ഓർക്കുന്നില്ല സാർ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഓർക്കുന്നില്ല സാർ, അല്ലെങ്കിൽ ആവറേജ് ഓർക്കുന്നില്ല സാർ, സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ് ഇതൊന്നും നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നില്ല സാർ എന്ന് പറഞ്ഞാലും ഞാനിതൊന്ന് പറഞ്ഞു തന്നിട്ടേ നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കത്തുള്ളൂ, പേടിക്കണ്ട. ഓക്കെ, എല്ലാം പറഞ്ഞു തന്നതിന് ശേഷമേ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ഞാൻ പോകത്തുള്ളൂ, ഒന്ന് റിഫ്രഷ് ചെയ്യും. ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പം നമുക്ക് എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്രില്ലിൻ്റെ ഫൗണ്ടേഷനിലാണ് നമ്മളിത് 2 ഇട്ടിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ പല സ്ട്രീമിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ സ്റ്റേറ്റ് സിലബസ് കാണും, ISC കാണും, ICSE കാണും, CBSE കാണും, ഇതല്ലാതെ സ്പെഷ്യൽ സ്ട്രീംസ് ഏതെങ്കിലുമൊക്കെ കാണുമായിരിക്കാം, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കൊല്ലം ബോർഡ് എക്സാമിന് പഠിക്കുമ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ചില സ്ട്രീമിലുള്ള ആളുകൾ ഇതെല്ലാം പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ അതിനൊരു അസിസ്റ്റൻസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 1 നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട് റിവൈസ് ചെയ്ത് തരാം, ചെറുതായിട്ടൊന്ന് റിവിഷൻ പോലെ ഒന്ന് നടത്തി തരാം. ഓക്കെ, അതിനുശേഷം നമുക്ക് കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 2 പോകാം. ഇതിൽ പഠിക്കാനുള്ളത്, അതായത് റിവിഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതും എങ്ങനെയാണെന്ന് ഞാൻ ഇനിഷ്യലി ഒന്ന് പറയാം. ഇതിനകത്ത് കുറച്ച് ഇക്വേഷൻസ് മാത്രം പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും കുറച്ച് പ്യുവർ ഇക്വേഷൻസ് മാത്രം പഠിക്കാം. ഇപ്പം നോർമലി ഉള്ള മാത്തമാറ്റിക്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെറിവേഷൻ കൂടി ചേർത്താണ് പഠിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ അറിഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. നമ്മൾ ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം പഠിച്ചിരിക്കുക, ശേഷം പ്രോബ്ലം ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതി. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫീൽഡാണ്. ഒരിക്കലും ഇതൊരു പ്യുവർ മാത്തമാറ്റിക്സിൻ്റെ ഫീൽഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ കോൺസെപ്റ്റ്, ഇതെങ്ങനെ വന്നു ഈ ഇക്വേഷൻ, ഇതിൻ്റെ കാര്യം എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് പോയാൽ നമ്മൾ കൺഫ്യൂഷൻ ആവുകയും നിങ്ങൾ ഫോക്കസ് ഔട്ട് ആയി പോവുകയും നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരികയും ചെയ്യും. അതേസമയം ഈ ഇക്വേഷൻസ് പഠിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് പ്രോബ്ലം ചെയ്ത് പോവുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് ഇതിനും കൂടെ കൺവീനിയൻസ്. മനസ്സിലായോ? ചില കുട്ടികൾ, അതായത് ഒരു എന്താ പറയുക, നല്ലൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഉള്ള, ഓരോന്നിനോടും ക്യൂരിയോസിറ്റി ഒക്കെ ഉള്ള കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ബാക്കി ടോപ്പിക്കൊക്കെ പഠിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. കാരണം ഓരോ ഇക്വേഷൻ പറയുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നു, ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ ഒരു മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് വരുമ്പോഴത്തേനും പെട്ടെന്ന് ആ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞു തരുമ്പം, സാർ ഇക്വേഷൻ ഞങ്ങൾക്ക് കാണാതെ പഠിക്കാൻ ഇഷ്ടമല്ല സാർ എന്ന് പറയുന്ന കുട്ടികളുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്കൊരു റിക്വസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കൊണ്ട് തീരുവാണ്. നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാനിരുന്നാൽ ഒന്ന് നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. രണ്ട് നമുക്ക് ഇതിനകത്ത് ഈ ലൈഫിൽ അതായത് ഇതിന് +1 +2ലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യകത ഒന്നും വലിയ കാര്യമായിട്ട് വരുന്നില്ല. വലിയ കാര്യമായിട്ടെന്നല്ല ഇല്ല, ഒട്ടും തന്നെ വരുന്നില്ല. 3 നമുക്ക് ഈ ഒരു ടൈം അതായത് ഇപ്പോൾ ഇതിൻ്റെ പുറകെ നടന്നാൽ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് പഠിക്കാൻ പോയാൽ അത് നമ്മൾ ഈ പഠിക്കുന്ന ഒരു സംഗതി ഇത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതായത് ഇക്വേഷൻസ് പഠിച്ച് അപ്ലൈ ചെയ്യാനല്ലാതെ ഇത് മനസ്സിലായി ഇതിൻ്റെ പുറകെ പോകുമ്പോഴത്തേനും ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇത് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുന്നതും ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇത് ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് ടൈം കൺസംഷൻ കുറച്ചെടുക്കുന്നത്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിനകത്ത് ഇത്തിരി കൂടെ ഷോർട്ട് കട്ട് മെത്തേഡുകൾ പോലെ അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരുപാട് ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലെക്ചർ നിങ്ങളുടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നോട്ടിൽ അവിടെ ഇവിടെ ഇക്വേഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പൊതുവേ ഷോർട്ട് കട്ടുകൾ എടുക്കാറില്ല, കാരണം ഷോർട്ട് കട്ടുകൾ എടുത്താൽ പെട്ടെന്ന് മനസ്സിലാവത്തില്ല, അപ്ലൈ ചെയ്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഞാൻ ഇത്തിരി കൂടെ ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡിലാണ് എല്ലാ പ്രോബ്ലംസും കാരണം അത്യാവശ്യം മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തു തരുന്നത്. ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യുവാണ്. കാരണം പിന്നെ ഇതിൻ്റെ നെറ്റിലൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കടൽ പോലെ ചോദ്യങ്ങൾ കിട്ടും. ഇഷ്ടം പോലെ പല ലെവലിൽ ഭയങ്കര ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി കൂടിയത് ഉൾപ്പെടെ വലിയ ലെവലുകളും ചെറിയ ലെവലിലുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാം ചെയ്ത് തീർക്കാമെന്നൊക്കെ പറയുന്നത് നമുക്ക് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട്, കാരണം അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഇതിനെക്കുറിച്ചൊരു ഇക്വേഷൻസ് എല്ലാം പഠിച്ചിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ദെൻ പ്രോബ്ലം വരുന്നു, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുന്നു, ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നു, ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആൻഡ് ദാറ്റ് ഷുഡ് ബി അവർ പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് പഴയതൊന്ന് റിഫ്രഷ് ചെയ്യാം. അത് പെർസെൻറ്റേജ്. പിള്ളേരെ പെർസെൻറ്റേജ് നമ്മൾ ആദ്യം x% ഓഫ് y എന്നതിനെ നമ്മൾ പൊതുവെ എങ്ങനെ എഴുതുന്നത്? x% ഓഫ് y. എക്സിനെ നമ്മൾ x% നമ്മൾ x/100 എന്ന് എഴുതും. ഓഫിന്റെ സിമ്പിൾ ഇൻറ്റു ആണ്, ഇൻറ്റു y. ഇതാണ് x% ഓഫ് y കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ y-നെ x/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, ഇനി വാട്ട് പെർസെൻറ്റേജ് ഓഫ് y ഈസ് x എന്ന് ചോദിച്ചാൽ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് y ഈസ് x എന്ന് ചോദിച്ചാൽ അത് കണ്ടുപിടിക്കുന്നത് x/y ഇൻറ്റു 100 ആണ്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് y ഈസ് x, y-യുടെ എത്ര പെർസെൻറ്റേജ് ആണ് x എന്ന് ചോദിച്ചാൽ x/y ഇൻറ്റു 100 ആണ്. x% ഓഫ് y കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ x/100 ഇൻറ്റു y ചെയ്താൽ മതി. y-നെ x/100, y-യുടെ x% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ y-നെ x/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ വാട്ട് പെർസെൻറ്റേജ് ഓഫ് y ഈസ് x എന്ന് ചോദിച്ചാൽ x/y ഇൻറ്റു 100 നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ്. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു നമ്പർ മറ്റൊരു നമ്പറിലേക്ക് വലുതായി. ഇപ്പം എനിക്ക് കഴിഞ്ഞ എക്സാമിന് 100-ൽ 20 മാർക്ക് കിട്ടി, ഈ എക്സാമിന് 100-ൽ 30 മാർക്ക് കിട്ടി. ഇപ്പം 20-ൽ നിന്നും 30-ലേക്ക് വന്നു. ഇപ്പം എനിക്ക് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയി, മാർക്ക് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയി എന്ന് ചോദിച്ചാൽ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഇതിന് ഇക്വേഷൻസ് പറഞ്ഞു തരത്തേ ഉള്ളൂ. ഇത് കേട്ടിട്ട് ഇതെന്താണ് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത് ഇക്വേഷൻസ് കേൾക്കുക എന്നിട്ട് മറക്കുക. കാരണം നമുക്ക് ഇക്കൊല്ലത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉൾപ്പെടെയുള്ള അവിടെ നിന്നുള്ള കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ഈ ഒരു പെർസെൻറ്റേജിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ പെർസെൻറ്റേജിൻ്റെ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ നമുക്കത് പഠിച്ചു പോകാം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതല്ലാതെ ഇപ്പോൾ ഞാൻ ഈ പെർസെൻറ്റേജ് പറയുന്നത് ഒരിക്കലും പെർസെൻറ്റേജ് നിങ്ങളെ പഠിപ്പിക്കുകയല്ല, ഞാൻ ഇതിൻ്റെ ഒരു റിവിഷൻ പറയുകയാണ്. അപ്പോൾ റിവിഷൻ പറയുമ്പോഴത്തേന് എനിക്ക് അതിൻ്റെ ഇക്വേഷൻസ് പറയുക എന്നുള്ളതല്ലാണ്ട് എൻ്റെ ഒരു സമയപരിധി ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് 2 എന്നും 1 എന്നും തിരിച്ചിടേണ്ട കാര്യമില്ലല്ലോ, എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പഠിപ്പിച്ചാൽ പോരെ. നമ്മളത് 2 ഇട്ടിട്ട് കഴിഞ്ഞ തവണ പഠിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇക്കൊല്ലം ഒന്നുകൂടെ പ്രോബ്ലം ഒക്കെ ചെയ്ത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സമയം ഒത്തിരി പോകും. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ 9ാം ക്ലാസ്സിൽ അത്യാവശ്യം പഠിച്ചതാണ്, 8-ലും 7-ലും ഒക്കെ പെർസെൻറ്റേജ് ഒക്കെ അപ്ലൈ ചെയ്തതാണ്, ആ ഒരു ഓർമ്മയൊക്കെ നിങ്ങൾക്കുണ്ട്. ഇത് കൂടാതെ പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് ഞാൻ ഈ പെർസെൻറ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതിയെടുത്താൽ മാത്രം മതി. എങ്ങാനും എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യുന്ന വഴിക്ക് നമുക്ക് മനസ്സിലാക്കി പോകാം. ഇല്ലെങ്കിൽ അതവിടെ കിടക്കട്ടെ. നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ ഞാനത് പറഞ്ഞുതരാം. അതല്ലാതെ നമുക്ക് ആവശ്യം വരുമെന്ന് ഉറപ്പില്ലാത്തൊരു സംഗതി വെറുതെ ഒരു ഇൻഡെപ്തിൽ ആലോചിച്ച് കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ല. സി, ഇഫ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദീസ് ഇറ്റ്സ് ഓക്കെ. ഇഫ് യു നോട്ട് അണ്ടർസ്റ്റാൻഡിങ് എനിത്തിങ് വെയിറ്റ് ഫോർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ടോപ്പിക്. അതിനുശേഷവും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇതൊക്കെ കൺഫ്യൂഷനായിട്ട് കിടക്കുകയാണ്, ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ ശരിയാക്കി തരാം. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? പറഞ്ഞത്
അപ്പം ഇനി പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് കണ്ടുപിടിക്കാനായിട്ട് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ സ്മോളർ നമ്പർ ഇൻറ്റു 100 ആണ്. പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് കണ്ടുപിടിക്കാൻ പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ലാർജർ നമ്പർ ഇൻറ്റു 100. അപ്പോൾ ഇതാണ് നമുക്ക് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട സംഗതികൾ. എക്സ് പെർസെൻറ്റേജ് ഓഫ് വൈ, ഒരു നമ്പറിന്റെ ഇത്ര പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് എക്സ് ബൈ 100 ഇൻറ്റു വൈ ചെയ്താൽ മതി. ഒരു നമ്പറിന്റെ ഇത്ര പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് ദാറ്റ് നമ്പറിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുന്നത് ആ നമ്പർ ഡിവൈഡഡ് ബൈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സിമിലർലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് വൈ ഈസ് എക്സ്, എക്സിന്റെ എത്ര വൈയുടെ എത്ര പെർസെൻറ്റേജ് ആണ് എക്സ് എന്ന് ചോദിച്ചാൽ എക്സ് ബൈ വൈ ഏതാണോ ടോട്ടൽ സംതിങ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100, എക്സ് ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു 100 ചെയ്താൽ മതി. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസും പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 2 നമ്പർ കിട്ടും. അതായത് ഒരു നമ്പറിൽ നിന്ന് ഒരു നമ്പറിലേക്ക് ഇൻക്രീസ് ആവുക, ഒരു നമ്പറിൽ നിന്ന് ഒരു നമ്പറിലേക്ക് ഡിക്രീസ് ആകുക, അങ്ങനെ 2 നമ്പർ കിട്ടും. ആ 2 നമ്പറിന്റെ ഡിഫറൻസ് ആണ് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസിനും പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസിനും ന്യൂമറേറ്റർ ആയിട്ട് എഴുതേണ്ടത്. അതിനുശേഷം പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസിന് സ്മോളർ നമ്പർ ഡിനോമിനേറ്ററിൽ എഴുതുക, പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസിന് ലാർജർ നമ്പർ ഡിനോമിനേറ്ററിൽ എഴുതുക, ഇൻറ്റു 100 എഴുതുക. അപ്പം നമുക്ക് പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള അത്യാവശ്യം റിസൾട്ടുകളായി. ഓക്കെ, അപ്പം നമ്മൾ ഈ ഏരിയ അങ്ങ് ക്ലിയർ ആക്കി. പെർസെൻറ്റേജ്. നൗ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഏരിയ. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. പിള്ളേരെ എ ഈസ് ടു ബി എന്ന് പറയുന്നത് ആക്ച്വലി എ ഡിവൈഡഡ് ബൈ ബി ആണ്. എ ഈസ് ടു ബി എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ ബി. എ എന്ന് പറയുന്നതിനെ നമ്മൾ ആന്റിസിഡന്റ് എന്നും ബി എന്ന് പറയുന്നതിനെ നമ്മൾ കോൺസിക്വന്റ് എന്നുമാണ് പറയുന്നത്. നമുക്ക് പ്രപ്പോർഷൻ എടുക്കുമ്പം എ ഈസ് ടു ബി ഈസ് പ്രപ്പോർഷണൽ ടു സി ഈസ് ടു ഡി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി എന്ന് പറഞ്ഞാലും പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻ ആണ്. ശരിക്കും ഇൻ പ്രപ്പോർഷണൽ ടു എന്ന് പറയുന്ന സിമ്പിൾ നമുക്ക് ശരിക്കും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. സീക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ് എന്ന് പറയുന്നത് രണ്ടുമാണ്. ആൻഡ് ദിസ് ഇംപ്ലൈസ് എ ഇൻറ്റു ഡി സീക്വൽ ടു ബി ഇൻറ്റു സി. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ്. ഇതാണ് 2 റേഷ്യോസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ തേർഡ് വൺ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ എ ബി സി ആർ ഇൻ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന എ ഈസ് ടു ബി സീക്വൽ ടു ബി ഈസ് ടു സി എന്നാണ് എഴുതുന്നത്. എ ബി സി ഡി ആർ ഇൻ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എ ഈസ് ടു ബി സീക്വൽ ടു സി ഈസ് ടു ഡി എന്ന് എഴുതും. അന്നേരം സെയിം റിസൾട്ട് തന്നെ. അതായത് പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഫിസിക്കൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ് ചെയ്യാം, പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഫിസിക്കൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ് ചെയ്യാം. ഇതിന്റെ വ്യത്യാസം ഇതിൽ 3 നമ്പറുകളേ ഉള്ളൂ. നമ്മൾ നടക്കുന്ന മിഡിൽ നമ്പർ മീൻ റേഷ്യോ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഇത് ഫസ്റ്റ്, ഇത് മീന്, ഇത് തേർഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, തേർഡ്, ഇത് ഫോർത്ത്, അങ്ങനെയാണ് 4 എണ്ണം പറയുന്നത്. നടുക്ക് രണ്ടും സെയിം ആയിട്ട് വരുന്നതിന് മീൻ പ്രപ്പോർഷൻ എന്നാണ് നമ്മൾ പൊതുവേ പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷനകത്ത് വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ +1 +2 അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. അത് 2 റൂളുകളാണ്. ആ റൂളുകളൊന്നും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കമ്പോണന്റോ ഡിവിഡൻഡോ. കമ്പോണന്റോ ഡിവിഡൻഡോ അതിങ്ങനെയാണ്. ഇഫ് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി, ദെൻ കമ്പോണന്റോ റൂള് പറയുന്നത് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ഡി എന്നാണ്. ഇപ്പോൾ എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ഡി ആണ്. ആ റൂളിനെ വിളിക്കുന്ന പേരാണ് കമ്പോണന്റോ റൂൾ എന്ന്. ഇനി ഡിവിഡൻഡോ ഉണ്ട്. ഡിവിഡൻഡോ എന്ന് പറയുന്നത്
എ മൈനസ് ബി ബൈ ബി സീക്വൽ ടു സി മൈനസ് ഡി ബൈ ഡി. ഡിവിഡൻഡ് റൂൾ പറയുന്നത് എ മൈനസ് ബി ബൈ ബി സീക്വൽ ടു സി മൈനസ് ഡി ഡിവൈഡ് ബൈ ഡി എന്നാണ്. ഇനി കമ്പോണന്റോ ആൻഡ് ഡിവിഡൻഡോ? കമ്പോണന്റോ ആൻഡ് ഡിവിഡൻഡോ റൂൾ പറയുന്നത് എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി. ഇത് ഈ റൂളൊക്കെ ഇല്ലേ ഇഷ്ടം പോലെ നമ്മൾ +1 +2 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞില്ലേ ഇതൊന്നും +1 +2 ഇല്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ ഇത് മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം റേഷ്യോസ് ഇഷ്ടം പോലെ നമുക്ക് എന്തായാലും +1 +2 വരുന്നുണ്ടല്ലോ. അപ്പൊ റേഷ്യോ വരുമ്പോഴത്തേനും അതിനകത്ത് ഈ ഒരു റൂളുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുന്ന നല്ലതാണ്. അതാ ഇപ്പോൾ +1 +2 നിങ്ങൾ ഇതിപ്പോൾ ഓർത്തിരിക്കുന്നില്ലെങ്കിൽ +1 +2 വരുമ്പോൾ ഈ റൂൾ പഠിപ്പിക്കുമ്പോൾ ഇത് പറയും, നിങ്ങളുടെ അടുത്ത് പറയും, മക്കളെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ ഇങ്ങനെ ഒരു റൂളുണ്ട്, കമ്പോണന്റോ ഡിവിഡൻഡോ എന്ന് പറയുന്ന റൂളുണ്ട്, നിങ്ങളിതൊന്ന് കാണാതെ പഠിച്ചെന്ന് പറഞ്ഞ് ഈ റൂൾ അവിടെ എഴുതി കാണിച്ച് അത് കാണാതെ പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ പ്രോബ്ലം ചെയ്യുള്ളൂ. അതുകൊണ്ട് അത് പേടിക്കണ്ട കേട്ടോ. അതായത് ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞാണ്. ഇതിപ്പോൾ എങ്ങാനും ഓർക്കുന്നില്ല, അയ്യോ സാറേ മറന്നുപോയി എന്നാണെങ്കിലും നമ്മൾ +1 +2 വരുമ്പോഴത്തേനും ഈ കാര്യം ഒന്നുകൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓർത്ത് അത് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എ ബൈ ബി സീക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ പ്ലസ് ബി ബൈ ബി സീക്വൽ ടു സി പ്ലസ് ഡി ബൈ ഡി എന്ന് പറയുന്നതിന് എന്തെന്ന് പറയും? അതിനെ നമ്മൾ കമ്പോണന്റോ റൂൾ എന്ന് പറയും. ഡിവിഡൻഡോ എന്ന് പറയുന്നത് എ മൈനസ് ബി ബൈ ബി സീക്വൽ ടു സി മൈനസ് ഡി ബൈ ഡി ആണ്. അതിനെ നമ്മൾ ഡിവിഡൻഡോ റൂൾ എന്ന് പറയും. ഇനി കമ്പോണന്റോ ആൻഡ് ഡിവിഡൻഡോ എന്ന് പറയുന്നത് എ പ്ലസ് ബി ബൈ എ മൈനസ് ബി സീക്വൽ ടു സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി. ആ റൂളിനെ നമ്മൾ എന്ത് പറയും? കമ്പോണന്റോ ആൻഡ് ഡിവിഡൻഡോ റൂൾ എന്നാണ് നമ്മൾ പറയുന്നത്. വ്യക്തമായോ പറഞ്ഞത്? ഇത്രയുമാണ് നമ്മൾ റേഷ്യോ ആൻഡ് പ്രപ്പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട റിസൾട്ടുകൾ. പ്രോബ്ലംസ് ഇതിനകത്ത് അതായത് നമുക്ക് പലയിടത്തും വരുന്നുണ്ട്, റേഷ്യോ ഒക്കെ നമുക്ക് ഒത്തിരി ഉപയോഗിക്കാനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. സോ നമ്മൾ റേഷ്യോ ആൻഡ് പ്രപ്പോർഷനെ കുറിച്ചും ഒന്ന് പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ ആവറേജിനെ കുറിച്ചൊന്ന് അറിയണം. ആവറേജ് ആ കൂടി 3 ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുള്ളൂ. ആവറേജ് എന്ന് പറയുന്നത് സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. അപ്പൊ അതിനകത്ത് സം കണ്ടുപിടിക്കാൻ ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്താൽ മതി. ഇനി നമ്പർ കണ്ടുപിടിക്കാൻ സം ഡിവൈഡഡ് ബൈ ആവറേജ് ചെയ്താൽ മതി. ആവറേജ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ വരുന്നതാണ്. ആവറേജ് എന്ന് പറയുന്നത് സം ഡിവൈഡഡ് ബൈ നമ്പർ, സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിലെ ഓരോ കുട്ടികളുടെ മാർക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ക്ലാസ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ആ ക്ലാസ്സിലെ എല്ലാവരുടെയും മാർക്കുകൾ അങ്ങ് ആഡ് ചെയ്തതിനു ശേഷം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കി അവരുടെ എണ്ണം കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അതിനാണ് നമ്മൾ ആവറേജ് എന്ന് പറയുന്നത്. മനസ്സിലായി പറഞ്ഞത്? ഇനി സം കണ്ടുപിടിക്കാനായിട്ട് ആവറേജ് ഇൻറ്റു നമ്പർ കണ്ടുപിടിക്കാനായിട്ട് സം ഡിവൈഡഡ് ബൈ ആവറേജ്. ഇങ്ങനെ ഓർത്താൽ മതി. ഒന്നുകൂടെ പറയാം. ഒരു ക്ലാസ്സിലെ ഓരോ കുട്ടികളുടെ മാർക്ക്, ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ പരീക്ഷ ഇട്ടതിന് ശേഷം പേപ്പർ കാണിച്ചു, എല്ലാവരുടെയും മാർക്ക് കിട്ടി. അപ്പോൾ ആ ക്ലാസ്സിലെ ആവറേജ് മാർക്ക് കണ്ടുപിടിക്കാനായിട്ട് ആ ക്ലാസ്സിലെ എല്ലാവരുടെയും മാർക്ക് അറിയാമല്ലോ, ആ എല്ലാവരുടെയും മാർക്കുകൾ അങ്ങ് ആഡ് ചെയ്തതിന് ശേഷം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ കുട്ടികളുടെ എണ്ണം കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ ആ ക്ലാസ്സിൻ്റെ ആവറേജ് കിട്ടും. അതാണ് ആവറേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എന്നത് വലിയ കാര്യമായിട്ടുള്ള ഇക്വേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആവറേജിൻ്റെ എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ സാധിക്കും. ഇത് കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സിനുള്ളിലും ഉണ്ട്, കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് അല്ല നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആവറേജ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നിങ്ങൾ പഠിച്ചതാണ്, ശരിയല്ലേ? നിങ്ങൾക്ക് ഓൾറെഡി ഈ കാര്യങ്ങളെല്ലാം അറിയാം.